ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ 2 കപ്പ് അളവിലാണ് മൈദ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും പിന്നീട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സായി കിട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നെയ്യ് ആ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നന്നായിട്ട് തന്നെ കൈ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷമാണ് പിന്നീട് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം എനിക്ക് 1/4 കപ്പ് അളവിലാണ് വെള്ളം ഇത് കുഴയ്ക്കാനായി ആവശ്യമായി വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായി കുഴച്ചതിന് ശേഷം ഇത് 30 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിത് അടച്ചൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു ചെറിയ ബൗളിനകത്തേക്ക് കുറച്ച് ഓയിൽ എടുത്ത ശേഷം അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഏകദേശം അരമണിക്കൂർ സമയത്തോളം ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് പരത്തിയെടുത്തതിന് ശേഷം 3ആയി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ ഒരു പോർഷൻ മാത്രം എടുത്ത ശേഷം നമ്മുടെ കല്ലിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വെച്ച് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തിയുടെ കനത്തിനേക്കാളും കുറച്ചുകൂടെ കനം കുറച്ചിട്ടാണ് ഞാനിത് ഇവിടെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് കുറച്ച് സ്പൂൺ കൊണ്ട് ഇതിന് മുകളിൽ ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൈഡിൽ നിന്ന് നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടും ആ കോൺഫ്ലോറിൻ്റെയും ഓയിലിൻ്റെയും മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈഡിൽ നിന്ന് 2 ഭാഗത്തേക്കും മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒന്നുകൂടെ പരത്തിയെടുക്കാം. അപ്പോൾ പൊടി കുറച്ച് ഇതിന് മുകളിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒന്നുകൂടെ ഇത് പരത്തിയെടുക്കുന്നത്. പിന്നീട് നമ്മൾ അതേ സ്റ്റെപ്പ് ഒന്ന് ആവർത്തിക്കുക. കുറച്ച് കോൺഫ്ലോറും ഓയിലും ചേർത്ത മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായി കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് മൈദയും അതുപോലെ ഓയിലും ആക്കേണ്ട ആവശ്യമില്ല. ആ സൈഡ് ഭാഗം ഒന്ന് കുറച്ച് മൈദ ഒന്ന് നനച്ചോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കി ഒന്ന് നനച്ച് സൈഡൊന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ മടക്കുന്ന സമയത്ത് സൈഡ് നന്നായിട്ട് ഒന്ന് ഒട്ടി നിൽക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് വിട്ടുപോവില്ല. അപ്പോൾ നന്നായി ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ നീളം കുറച്ചിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണ കൂടെ ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയതിന് ശേഷം വേണം നിങ്ങൾ പരത്തിയെടുക്കാൻ. അതിനുശേഷം വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ഒരു നീളത്തിലാണ് ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തത് ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നല്ല ലെയറായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒരു പാനിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി നിൽക്കുന്ന ഓയിലിനകത്തേക്കാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് അത് പൊങ്ങി വരാനുള്ള സ്പേസ് ഉള്ള വിധത്തിൽ വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത് വേണം ഇതൊന്ന് ഒരു സ്പാറ്റില യൂസ് ചെയ്ത് ഇളക്കി കൊടുക്കാൻ. അപ്പോൾ രണ്ട് ഭാഗവും ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ കളർ കൂടുതൽ ചുവന്ന കളറാവുന്ന സമയം വരെ വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഇത് നമ്മൾ കോരി വെക്കുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ കളർ മാറി വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാനിത് അടുപ്പിൽ നിന്ന് എല്ലാം കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം പരത്തി അതുപോലെ തന്നെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സിറപ്പ് ഉണ്ടാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൊടി കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എരിവോടുകൂടി സ്നാക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ഒറ്റനൂൽ പരുവം ആവുന്ന വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനകത്തേക്ക് അല്പം വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെയാവുമ്പോൾ ഈ സ്നാക്ക് റെസിപ്പി ചിലർ പറയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് പോകുന്നു എന്നെല്ലാം. അപ്പോൾ അത് ഒഴിവാക്കാനായി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്നാക്കിലേക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സ്നാക്ക് കുറേ ദിവസം ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കൂടുതൽ സമയം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്കിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് അല്പാൽപ്പം അവിടെയായിട്ട് തളിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒന്ന് കുടഞ്ഞെടുക്കുക. അങ്ങനെ ആവുമ്പോൾ സ്നാക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തി നല്ല ക്രിസ്പിയായി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെയും അല്ലാതെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. നമുക്കിത് ഉണ്ടാക്കിയാൽ കുറച്ച് നാൾ സ്റ്റോർ ചെയ്തും വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നോക്കി ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിതിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. Thank you for watching.